ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ എന്ത് പറയണം, എന്ത് കാണണമെന്ന് സർക്കാരുകൾ തീരുമാനിക്കാൻ തുടങ്ങിയാലോ? നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള ഇപ്പോൾ തുടങ്ങിയ ഓൺലൈൻ സെൻസർഷിപ്പ് ഫാക്ട് ചെക്ക് എന്ന സംഭവം വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എന്താണ് ഈ IT നിയമം? ഇതെങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നത്? ദ വോയർ പുറത്തുവിട്ട ഒരു ആർട്ടിക്കിളിലൂടെ നമുക്കത് വിശദമായി പരിശോധിക്കാം. 2000 ആണ്ടിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെങ്കിൽ IT നിയമമാണ് ഇന്ത്യയിലെ ഡിജിറ്റൽ ഇടങ്ങളെ നിയന്ത്രിക്കുന്നത്. എന്നാൽ അടുത്ത കാലത്തായി ഇതിൽ വരുത്തിയ ഭേദഗതികൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫാക്ട് ചെക്ക് യൂണിറ്റ് രൂപീകരിക്കാനുള്ള നീക്കം. സർക്കാർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ഈ യൂണിറ്റ് വിധിച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആ ഉള്ളടക്കം നീക്കം ചെയ്യാൻ നിർബന്ധിതരാകും. ഇത് സർക്കാരിനെ സ്വന്തം വാർത്തകളുടെ ഏക വിധികർത്താവാക്കി മാറ്റുന്നു എന്ന വിമർശനമാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ സെൻസർഷിപ്പ് എന്ന് വിളിക്കുന്നത്? സാധാരണ വാർത്തകൾ തെറ്റാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫേക്ക് ന്യൂസുകൾ ആണെന്ന് പറയുന്നത് വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ കോടതിയോ ആണ്. പക്ഷേ ഇതിൽ സർക്കാരിന് നേരിട്ട് ഇടപെടാൻ സാധിക്കും. അതായത് സർക്കാരിനെതിരെയുള്ള വിമർശനാത്മകമായ കാര്യങ്ങൾ പോട്ടെ, കർഷക പ്രക്ഷോഭം പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് മറ്റു കാരണങ്ങൾ പറഞ്ഞ് എടുത്ത് കളയാൻ സാധിക്കും എന്നതാണ് ഇതുകൊണ്ടുള്ള പ്രത്യേകത. വിമർശനാത്മകമായ പോസ്റ്റുകൾ, കർഷക പ്രക്ഷോഭം പോലെയുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്ന വീഡിയോകൾ എന്നിവ ദേശസുരക്ഷ അല്ലെങ്കിൽ ക്രമസമാധാനം എന്ന പേരിൽ നീക്കം ചെയ്യപ്പെടും. ഇത് ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 19 ലംഘനമാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ട്വിറ്റർ, അതായത് ഇന്നത്തെ എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ ആഗോള കമ്പനികൾക്ക് മേൽ സർക്കാർ വലിയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. സർക്കാർ ആവശ്യപ്പെടുന്ന അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുമെന്ന് മുന്നറിയിപ്പുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മുൻപ് ട്വിറ്റർ CEO ആയിരുന്ന ജാക്ക് ഡോഴ്സി വെളിപ്പെടുത്തിയത് ഇന്ത്യയിലെ കർഷക സമരകാലത്ത് പല അക്കൗണ്ടുകളും നീക്കം ചെയ്യാൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നാണ്. നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കമ്പനികൾക്ക് നൽകിയിട്ടുള്ള സേഫ് ഹാർബർ പരിരക്ഷ എടുത്തു മാറ്റുമെന്നും സർക്കാർ ഭീഷണിപ്പെടുത്തുന്നു. ഒരു ആരോഗ്യകരമായ ജനാധിപത്യത്തിൽ വിയോജിപ്പുകൾക്ക് വലിയ സ്ഥാനമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ മാത്രമാണ് അവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പോൾ സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുകയാണ് സർക്കാരുകൾ. ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് കുതിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതേ സമയത്ത് തന്നെ ഇന്ത്യ ഡിജിറ്റൽ സെൻസർഷിപ്പും ചെയ്യുന്നു എന്ന് എടുത്തു പറയുക തന്നെ വേണം. സ്വകാര്യതയും സ്വതന്ത്രമായ സംവാദങ്ങളും ഇല്ലാതാകുന്ന ഒരിടത്ത് ജനാധിപത്യം ദുർബലമാകും. IT നിയമങ്ങൾ ശക്തിപ്പെടേണ്ടത് സൈബർ ക്രൈമുകൾ കുറയ്ക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യരുടെ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല എന്ന് ദ വോയറിലെ ആർട്ടിക്കിൾ വ്യക്തമാക്കുന്നുണ്ട്.